അപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് ആ ഒരു ശവകുടീരത്തിൻ്റെ മുൻപിലാണ്. ലൈലയും മജ്നുവും സ്നേഹത്തിൻ്റെ പ്രതീകമായ ആ ഒരു ആളുകൾ അന്തി ഉറങ്ങുന്ന സ്ഥലം. അവർക്ക് വേണ്ടി കളിപ്പാട്ടങ്ങളും മറ്റ് കാഴ്ചവസ്തുക്കളുമെല്ലാം ഇവിടെ ആളുകൾ സമർപ്പിക്കാറുണ്ട്. ധാരാളം ആളുകളാണ് എല്ലാ ദിവസവും ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുവാനായി എത്തുന്നത്. ജാതിമത ഭേദമന്യേ ആളുകളുടെ സ്നേഹത്തിൻ്റെ വിലയറിയുന്ന ആളുകൾ ഇവിടെ എത്താറുണ്ട്. ലൈലയും മജ്നുവും അന്തി ഉറങ്ങുന്ന ആ സ്ഥലമാണിത്. സ്നേഹത്തിൻ്റെ പ്രതീകമായ ആ കെടാവിളക്ക് ഇവിടെ എന്നും കത്തി നിൽക്കുകയാണ്. ജോപ്പൻ്റെ യാത്രയിലെ ആ ഒരു മനോഹരമായൊരു നിമിഷമായിട്ട് ഈ കബറിടത്തിൽ എത്താൻ പറ്റിയത് ആ ഒരു വലിയ ഒരു നിമിഷമായിട്ട് ഞാൻ കരുതുകയാണ്. സ്നേഹത്തിൻ്റെ പ്രതീകമായ, പ്രേമത്തിൻ്റെ പ്രതീകമായ, ഒരുമിച്ച് ചേരാൻ പറ്റാഞ്ഞ, സ്നേഹിച്ച് ജീവിച്ച രണ്ടാളുകളുടെ ആ ശവകുടീരം. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഈ ശവകുടീരം ഇവിടെയാണുള്ളത് എന്നറിഞ്ഞത്. അങ്ങനെ ഞാൻ ഇന്നലെ സൈക്കിൾ നന്നാക്കിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഇവിടെ എല്ലാ ആചാരങ്ങളും ഒരുപോലെയാണ്. ഹിന്ദു ആചാരവും മുസ്ലിം ആചാരവും സിഖ് ആചാരവും എല്ലാം പ്രകാരം ഇവിടെ പൂജാവിധികൾ നടത്താറുണ്ട്. സന്ദർശകർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിയും സൈക്കിളും അതാ അവിടെയാണ് വെച്ചിരിക്കുന്നത്. ഈ തണലത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചു നേരം കൂടി വിശ്രമിച്ചതിന് ശേഷം ഞാൻ പതിയെ യാത്ര തിരിക്കുകയാണ്. ലൈല മജ്നു ശവകുടീരത്തിൽ നിന്ന് തിരികെ യാത്ര തിരിച്ചിരിക്കുകയാണ്.